ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പരിപാടി എന്താണല്ലേ, നമ്മൾ അടിപൊളി ചിപ്സ് തയ്യാറാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല മുഴുത്ത വാഴക്കായ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വാഴക്ക നമ്മൾ നല്ലതുപോലെ പൊളിച്ച് അത് ഒരു അരമണിക്കൂർ അങ്ങോട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുക. അപ്പോൾ ആ സമയത്ത് അരമണിക്കൂർ ഇരിക്കുമ്പോൾ ഈ കായിലുള്ള കറയൊക്കെ ഒന്ന് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ 2 കിലോയുടെ ഒരു ചിപ്സാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് കായാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അത് ഇതാ ഇവിടെ കറക്റ്റ് പരുവത്തിൽ പാകമായിട്ട് ഇരിപ്പുണ്ട്. ഇനി നമ്മൾ ചട്ടിയെടുത്ത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. നമ്മളിവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുക്കുന്നത്. അപ്പോൾ ഈ എണ്ണ നല്ലതുപോലെ തിളച്ച് വരണം. അപ്പോൾ തിളച്ച് വന്നിട്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി നമുക്ക് എത്ര ആവശ്യമാണെന്ന് വെച്ചാൽ അത്രത്തോളം മഞ്ഞൾപ്പൊടി നമ്മൾ അതിൽ ഇട്ട് കൊടുക്കുക. പിന്നെ ആ മഞ്ഞൾപ്പൊടി ആ എണ്ണയിലോട്ട് അങ്ങ് ചേർന്നോളും. ആ എണ്ണയിലേക്ക് ചേരുന്ന സമയത്ത് നമ്മളൊരു അല്പം കലക്കിയ ഉപ്പാണ് കേട്ടോ. ആ ഉപ്പ് ഉപ്പ് വെള്ളമായിട്ട് നമ്മൾ അതിലോട്ട് എണ്ണയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ അതിൽ കുറച്ച് വെള്ളം വന്നതുകൊണ്ടാണ് ഈ തിള ഇങ്ങനെ വരുന്നത്. ഇനി ഇത് നന്നായിട്ട് കറക്റ്റ് ആ വെള്ളമൊക്കെ മാറി ഇതിലേക്ക് നമ്മൾ ചിപ്സിന് ആവശ്യമായിട്ടുള്ള കായ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ കായ ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിന് നമ്മളൊരു 2-3 കായൊക്കെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് ഒരേ രീതിയിൽ നമ്മൾ കടയിൽ നിന്നും വാങ്ങിക്കഴിക്കുന്ന ചിപ്സിനെ കാട്ടിയും കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിപ്സ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ സാധിക്കും. നല്ല കളറും അതുപോലെ തന്നെ ടേസ്റ്റുമുള്ള ചിപ്സ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം നമ്മുടെ മക്കൾക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അവരുടെ ഹെൽത്തിന് നല്ലത്. നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഏത് രീതിയിലുള്ള എണ്ണയാണ് അവർ ഉപയോഗിക്കുന്നതെന്ന് നമുക്കറിയാൻ കഴിയില്ല. അത് മാത്രമല്ല ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്കൊക്കെ നല്ല വിലയാണ്. അപ്പോൾ ഇതുപോലുള്ള വറുക്കലിനൊക്കെ അവരെന്ത് എണ്ണയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. ഒരുപാട് നമ്മുടെ കരളിന് പ്രശ്നം വരുന്ന ഒരുപാട് എണ്ണകളൊക്കെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിയുന്നതും നമ്മുടെ വീട്ടിൽ ഇതുപോലുള്ള പലഹാരങ്ങൾ നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അവരുടെ ആരോഗ്യത്തിന് ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചിപ്സ് ഏറെക്കുറെ നന്നായിട്ട് മൂത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാ നല്ല കിലകിലാന്ന് നമ്മൾ ഇളക്കുമ്പം ഓരോന്നായിട്ടാണ് നമ്മൾ കിടക്കുന്നത്. ഒന്നും ഒട്ടിപ്പിടിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഓരോ ചിപ്സും ഒന്നിടവിട്ട് ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ചിപ്സ് കറക്റ്റ് ആ ഒരു പരുവത്തിന് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്ത് കോരാം കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് ഈ ഒരു പരുവത്തിന് നമ്മൾ കോരിയെടുക്കണം. ഈ കോരിയെടുക്കുമ്പോൾ കുറച്ചായി എണ്ണ ഇരുന്ന് അതിലിരുന്നിട്ട് തന്നെ കുറച്ചുകൂടി ഒന്ന് ചൂടാവും. അപ്പം നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ കോരി എടുക്കുന്നുണ്ട്. നല്ലതായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അതിനെ കോരി മാറ്റണം. ഇനി ഇതേപോലെ ഓരോ കായ്കളും നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രീതിയിലുള്ള ചിപ്സ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ. അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് ആദ്യം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചിപ്സിനെ കുറിച്ച് നിങ്ങൾ ഒരു കമൻറ്റ് കൂടി ഇടുക. നമ്മുടെ ചിപ്സ് കഴിക്കാനായിട്ട് ഇവിടെ കുഞ്ഞൂസ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞൂസ് ആ ചിപ്സൊക്കെ നല്ല ആർത്തിയോടെ കഴിക്കുകയാണ്. സാധാരണ കുഞ്ഞൂസ് ഇതുപോലുള്ള സാധനങ്ങളൊന്നും കഴിക്കത്തില്ല കേട്ടോ. കപ്പലണ്ടിയോ ചിപ്സോ മിച്ചറോ ഇങ്ങനെയൊന്നും കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞൂസിന് ഇഷ്ടമല്ല. പക്ഷേ ഇപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കി കൊടുത്ത ചിപ്സ് ആർത്തിയോടെ കുഞ്ഞൂസ് കഴിക്കുന്നത് നിങ്ങൾ കണ്ടോ. അപ്പോൾ ശരി
ശരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരിക്കലും വേണ്ടാന്ന് പറയുന്നവർക്ക് പോലും ഇത് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ചിപ്സാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പലരും ഉണ്ടാക്കുമ്പോൾ ഒരു പാകം കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ ഇതിനൊന്നും മെനക്കെടാത്തത്. പക്ഷേ നമ്മളിത് കറക്റ്റ് ആ ഒരു പാകത്തിന് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ വളരെ ടേസ്റ്റോടു കൂടി നമ്മുടെ മക്കൾക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഇത് അതുപോലെ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ ചിപ്സ് കഴിക്കൽ മത്സരം തന്നെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രത്തോളം നമ്മുടെ ചിപ്സ് നല്ല ടേസ്റ്റാണ്. നമ്മൾ കഴിച്ച് നോക്കിയത് കൊണ്ടാണ് ഇത്രത്തോളം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ല് കേട്ടോ. നമ്മുടെ ചിപ്സ് ഇനി നമ്മൾ ഇത് പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാൾ നമുക്കിത് വെച്ചിരുന്ന് ഉപയോഗിക്കാം. നമുക്ക് പുറത്തൊക്കെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അങ്ങനെയും ഇട്ട് കൊടുത്ത് അയക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വിശ്വാസത്തോടെ നമുക്ക് ചിപ്സ് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം. ഇതേപോലെ ടിന്നിലിട്ട് അടച്ച് വെച്ചിരുന്നാൽ കുറേ നാൾ നമുക്ക് വെച്ച് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ വീട്ടിൽ കുറേ നാളൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല കേട്ടോ. വളരെ തുച്ഛമായ ദിവസം മാത്രമേ ഇതിരിക്കത്തുള്ളൂ. അതും നമ്മളെ കണ്ണ് തപ്പിയാലേ കാക്ക കൊത്തിക്കൊണ്ട് പോകുമെന്ന് പറഞ്ഞതുപോലത്തെ അവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.